ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് ഇത് കത്തിച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികൾ കരിയാണ്ട് നോക്കണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഒന്ന് നടുകീറി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമ്മളിത് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയിലേക്ക് ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ തീയിട്ട് കൊടുക്കുക. ഇപ്പോൾ മുട്ടയുടെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ സവാള ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊന്ന് പോണ വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാളയും തക്കാളിയും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് പച്ചക്കുത്ത് പോണതാണ് കുറച്ചൊരു സമയം പിടിക്കുക. മറ്റുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ജീരകവും കൂടി വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണ വരയ്ക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ വന്നിട്ടില്ല, ക്യാമറ ഓഫായി പോയി. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മസാല എല്ലാ ഭാഗത്തും നന്നായി വരാനായിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് മസാലയുടെ ടേസ്റ്റ് നോക്കി നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് നിറയ്ക്കാനുള്ള ഒരു ഷീറ്റ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം.
ഇപ്പോൾ ബാറ്റർ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇരിക്കണത്. അപ്പോൾ നമുക്കിത് വെള്ളം കുറവാണ്. അപ്പോൾ നല്ല ദോശമാവിൻ്റെ ഒരു രൂപത്തിൽ വേണം നമുക്ക് ഈ ബാറ്റർ ഇരിക്കാനായിട്ട്. വല്ലാണ്ട് കട്ടി പാടില്ല, അതുപോലെ വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടിയും കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സി ജാറിൽ ഒഴിച്ച് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഒന്ന് കുറച്ച് ലൂസാവണം, അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ മാവ് ആവാത്ത ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് മടക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് സൈഡൊക്കെ ഒന്ന് കുറേശ്ശെ വിട്ട് വരുമ്പോൾ നമ്മൾ ചട്ടുകം വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മറ്റേ സൈഡുമായി കിട്ടും. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷീറ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് മേലേക്ക് മേലെ വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഓയിൽ തടവി കൊടുക്കണത്. ഇനി നമുക്ക് ദോശയുടെ പോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മാവ് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കാം ാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ ഷീറ്റ് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെയല്ല, ഞാൻ കുറച്ച് മാവ് ഒഴിക്കണ നേരത്ത് നമ്മൾ ചൂട് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പാൻ കയ്യിൽ പിടിച്ച് പരത്തുമ്പോഴാണ് എനിക്ക് കംഫർട്ടാവുന്നത്, നന്നായിട്ട് പരത്താനായിട്ട് പറ്റണത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ നമുക്ക് ഈ ഷീറ്റുകളൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഷീറ്റിൻ്റെ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇത് പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗവും ആവും. ഇതുപോലെ നമുക്ക് എല്ലാ ഷീറ്റുകളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ മാവ് ഒഴിക്കണ സമയത്ത് ഞാൻ ഇതേപോലെ പാനൊന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഷീറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ എല്ലാ ഷീറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്ത് റെഡിയാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അധികം മസാല വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്ത ബാറ്ററിൽ മൈദയിൽ ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ പേസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് തടവി കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ടാണ്. ആ ബാറ്ററിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. ഇപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ എഗ്ഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഈ ഭാഗത്തും ഒന്ന് കുറച്ച് മൈദയുടെ പേസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക, അത് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇതേപോലെ നമുക്ക് എല്ലാ ഷീറ്റിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം.
ഇപ്പം നമ്മൾ ഇവിടെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എഗ് ബോക്സൊക്കെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ വെന്തിട്ടുള്ളതാണ്. പുറമെയാണ് ഒന്ന് കുറച്ചൊന്ന് വെന്ത് വരാനുള്ളത്. അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ എഗ് ബോക്സും റെഡിയായി. ഇപ്പം നമ്മുടെ എഗ് ബോക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നോമ്പിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.